ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ശാസ്ത്രീയമായി നമ്മുടെ വാഴക്കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് വാഴക്ക് കുഴി കുത്തുമ്പോൾ നമ്മൾ ഇതുപോലെ കുഴി കുത്തുക. ചുരുക്കാണ് ഇതിന് ഉപയോഗിക്കുക, കൈക്കുട്ടനാണ് നല്ലും. എന്നിട്ട് കുഴി കുത്തിയതിന് ശേഷം ഇത് ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇത് വാഴക്കന്നാണ് വിചാരിക്കുക. ആ കന്ന് നമ്മൾ കുഴിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ഇടിച്ചു കൊടുക്കുക. ഒരിക്കലും നമ്മൾ കളച്ചിട്ട് മണ്ണ് ഉപയോഗിക്കരുത്. അങ്ങനെ സൈഡിൽ ഇട്ട മണ്ണ് ഇടിക്കുമ്പോൾ ഇതുപോലെ തടായി കിട്ടും. അങ്ങനെ തടായി കിട്ടിയ തടങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ അങ്ങനെ കുഴിച്ചിട്ട് കിട്ടിയ തടങ്ങളാണ്. എന്താ അതിനുശേഷം വാഴ പൊന്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ തടാക്കി മാറ്റുക. വാഴക്ക് തടാക്കി മാറ്റുക. തടാക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സംഗതികളും ആ തടത്തിലിടാം. ഒരു കാരണവശാലും ഒലിച്ചു പോവുകയില്ല. വളരെ സേഫ്റ്റിയാണ് ഈ കൃഷി. ആദ്യം ഇതുപോലെ കുഴി കുത്തുക. എന്നിട്ട് ആ കുഴീൻ്റെ നടുവിൽ വാഴക്കന്ന് വെക്കുക. എന്നിട്ട് സൈഡിലുള്ള മണ്ണ് മാത്രം ഇടിക്കുക. നമ്മൾ കളച്ച് മണ്ണ് ഉപയോഗിക്കരുത്. ആ മണ്ണ് അവിടെ തന്നെ ഇടണം. എന്നിട്ട് വാഴ വലുതായതിന് ശേഷം ഇതുപോലെ തടമെടുക്കുക. തടമെടുത്തതിന് ശേഷം നിങ്ങൾ കൊണ്ടുപോകുന്ന ചാണകവും പച്ചിലകളും മറ്റുള്ള മുഴുവൻ സംഗതികളും ആ തടത്തിലിടാം. എന്നിട്ട് വാഴ ഒരു അരവാഴ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇത് മണ്ണിട്ട് മൂടാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഇത്ര വലിപ്പമായി കഴിഞ്ഞാൽ ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുങ്ങനെ കനം കുറച്ച് മണ്ണ് ഇടാം. ഇതുപോലെ കനം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. വാഴക്കൃഷിയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നേന്ത്രവാഴ 6 പ്രാവശ്യം രാസവളം ചെയ്യണം. ഒരു വാഴക്ക് അഥവാ നേന്ത്രവാഴക്ക് നിങ്ങൾ ഈ കൃഷിയിൽ 6 പ്രാവശ്യം രാസവളം ചെയ്യണം. അത് നിർബന്ധമാണ്. അതുപോലെ ജൈവവളവും രാസവളവും ഒരുമിച്ച് ചേർന്നെങ്കിൽ ഇത് വാഴ വളരുകയുള്ളൂ. വേനൽക്കാലത്ത് നിർബന്ധമായി നനക്കണം. രാസവളം ചെയ്യേണ്ടത് വെച്ചാൽ വാഴ കുഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വളം ചെയ്യുക. പിന്നെ 2 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് രാസവളം ചെയ്യണം. രാസവളം ആ വളം നമ്മുടെ കൃഷിഭവൻ അഥവാ നമ്മുടെ കാർഷിക വൃത്താന്തം ശുപാർശ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ വളം ചെയ്യേണ്ടത്. 6 പ്രാവശ്യം നിർബന്ധമായും രാസവളം ചെയ്തെങ്കിലേ ഈ വാഴക്കൃഷി വിജയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ജൈവവളം വേണം. അതുപോലെ മറ്റുള്ള വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നേന്ത്രവാഴ വിജയിക്കുകയുള്ളൂ. ഇതുപോലെ തടമാക്കണം. തടമാക്കിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇടുന്ന വളവും നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. ഇതൊക്കെ പുതിയ വേര്, ഇതാണ് പുതിയ വേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിർബന്ധമായി ഈ പ്രായത്തിൽ നിങ്ങൾക്ക് വളം ചേർത്തേ പറ്റൂ. ഓക്കെ, താങ്ക് യു.